നമ്മൾ പലപ്പോഴും നമുക്ക് ചുറ്റും എപ്പോഴും കേൾക്കാറുള്ള ഒരു പദമാണ് പരചിന്തനം. ചിന്തനം പ്രധാനമായിട്ടും രണ്ട് പ്രകാരത്തിലാണ്. അതിലൊന്ന് സ്വചിന്തനം, മറ്റേത് പരചിന്തനം. പരചിന്തനത്തിന്റെ അടുത്ത തലമാണ് പരദൂഷണം. എന്താണ് ശരിക്കും പരചിന്തൻ എന്ന് പറഞ്ഞാൽ? ഈ ദേഹത്തിന്റെ സംബന്ധങ്ങൾ, ബന്ധുമിത്രാദികൾ, ദൈഹിക പദാർത്ഥങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് അതിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കും പരചിന്തനം. പിന്നെ എൻ്റെ ദേഹത്തിന്റെ അസുഖം, എന്തെല്ലാം വിഷയങ്ങളിലാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം നമ്മൾ പരചിന്തനം എന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ആത്മാക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദേഹം പോലും നമുക്ക് സ്വന്തമല്ല. ഈ ശരീരം ആത്മാവിൽ നിന്നും വേറിട്ടതാണ്. ആത്മാവ് ദേഹത്തിൽ നിന്നും വേറിട്ടതാണ്. അതുകൊണ്ട് ഈ ശരീരം പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യവസ്തുവാണ്. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും പറയും എൻ്റെ ശരീരം എന്ന്. ആക്ച്വലി നമ്മൾ ഇവിടെ വന്നപ്പോൾ കിട്ടി, തിരിച്ചു പോകുമ്പോൾ ഉപേക്ഷിക്കും. അതുകൊണ്ട് സ്വയം ഭഗവാൻ പറയുന്നു, പരചിന്തനം എന്ന് പറയുന്നത് ആത്മാവിന്റെ പതനത്തിന്റെ മൂലകാരണമാണ്. ഒരു ആള് എത്രത്തോളം അധപ്പതിക്കണമോ ആ അധപ്പതനത്തിന്റെ എല്ലാം റൂട്ട് കോസ് എന്ന് പറയുന്നത് പരചിന്തനമാണ്. ഈ പരചിന്തനത്തിന്റെ കാരണത്താൽ തന്നെയാണ് സത്യയുഗത്തിലെ ആത്മാക്കൾ സതോപ്രധാന സ്ഥിതിയിലാണ് ഇരുന്നതെങ്കിൽ ദേവാത്മാക്കളെല്ലാം അവരുടെ ആദിമ സ്വരൂപത്തിൽ സതോപ്രധാന സ്ഥിതിയിലാണ്. എന്നിട്ടും ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ദൈഹിക പദാർത്ഥങ്ങളുടെ സംബന്ധത്തിലേക്കൊക്കെ വന്നപ്പോൾ ദേവാത്മാക്കൾക്ക് പോലും അവരുടെ ആത്മീക ഊർജം പതുക്കെ കുറയാനും അവരുടെ ആത്മീക ഡിഗ്രി താഴേക്ക് പോകാനും കാരണമായി. പിന്നീട് ദ്വാപരയുഗം വരികയാണ്. അവിടെ പൂർണ്ണമായിട്ടും ബോഡി കോൺഷ്യസിലേക്ക് നമ്മൾ വീണു. അപ്പോൾ പരചിന്തനത്തിന്റെ സ്ഥിതി അല്പം കൂടെ വേഗത്തിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആത്മാക്കളെല്ലാം ദ്വാപരയുഗം മുതൽ വളരെ വളരെ പെട്ടെന്ന് താഴേക്ക് വരാൻ തുടങ്ങി. അതുകൊണ്ട് ഈ സത്യത്തെ എപ്പോഴും നമ്മൾ ഓർമ്മയിൽ വെക്കണം. എന്ത് സത്യം? സത്യത്രേതായുഗങ്ങളിൽ ഞാൻ ആത്മാവ്, അത്രയധികം ആത്മശക്തി എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേഹത്തിന്റെ മേലും എനിക്ക് പൂർണ്ണ നിയന്ത്രണമായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ദേവാത്മാക്കൾ ആരും തന്നെ വിഷയവികാരങ്ങൾക്കോ ഇന്ദ്രിയങ്ങൾക്കോ വിധേയമായില്ല. അവരെപ്പോഴും വേറിട്ടിരുന്നു. അത്രയും ശക്തിയുണ്ടായിരുന്നു. അപ്പൊ ഒരു തരത്തിലുള്ള വികാരങ്ങളുടെ പ്രവേശനവും അവരിലേക്ക് വന്നില്ല. അവർ ദേഹത്തിനെ പൂർണ്ണമായിട്ടും തന്റെ നിയന്ത്രണത്തിൽ വെച്ചു. അതുകൊണ്ട് ദേവീ ദേവന്മാർ ചെയ്യുന്ന ഒരു കർമ്മം പോലും പാഴാകില്ല, വേസ്റ്റ് ആകില്ല, വികർമ്മമാകില്ല. കാരണം ദേവതകൾ ചെയ്യുന്ന ഒരു കർമ്മം പോലും വികർമ്മങ്ങളായി മാറുന്നില്ല. അതായത് അവർ ചെയ്ത കർമ്മങ്ങൾ പിന്നീടൊരിക്കലും അവരുടെ ദുഃഖത്തിനും അശാന്തിക്കും കാരണമാകുന്നില്ല. അപ്പൊ ഈ പ്രകൃതിയുടെ ഒരു പ്രപഞ്ച നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് നമ്മുടെ ആത്മീക ശക്തി ദ്വാപരയുഗം മുതലാണ് ക്ഷയിക്കാൻ തുടങ്ങിയത്. ആത്മാവിൽ ധാരാളം പ്രഭാവങ്ങൾ ഉണ്ടായി, ഇൻഫ്ലുവൻസ് ഉണ്ടായി. നമ്മൾ അതിൻ്റെ എല്ലാം പുറകെ പോകാൻ തുടങ്ങി. അങ്ങനെ ഓടി ആത്യന്തിക ഫലം എന്തായിരുന്നു? ദുഃഖവും അശാന്തിയും നേടി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും വസ്തുവിനെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത്തരത്തിലുള്ള ചിന്തകൾ, വിഷയത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ശരിക്കും പരചിന്തനം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ആത്മാക്കൾ വളരെ ഫാസ്റ്റായിട്ട്
ഇറങ്ങി 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 ഏറ്റവും താഴെ. അതുകൊണ്ട് ആ പരചിന്തനം നമ്മൾക്ക് ഉണ്ടാകുമ്പോഴാണ്, പരനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ അറ്റാച്ച്മെന്റ്, അങ്ങോട്ട് ആകർഷണം തോന്നിയേക്കാം. ചിലപ്പോൾ ചിലരിൽ നിന്നും ഈർഷ്യ, വെറുപ്പ്, ദ്വേഷം ഇതെല്ലാം കാണിച്ചേക്കാം. അപ്പൊ അറ്റാച്ച്മെന്റ് വരുന്നതും ഡിറ്റാച്ച് ആക്കുന്നതും എല്ലാം അതുമായി സംബന്ധപ്പെടുന്നവരുടെ മാനസികാവസ്ഥ എന്താണോ അതനുസരിച്ചിരിക്കും. അപ്പൊ പരചിന്തനം എന്താണ്? സ്വയത്തെക്കുറിച്ചല്ലാതെ മറ്റുള്ള എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നതും പരചിന്തനമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനമെടുക്കാം. പരചിന്തനത്തിൽ നിന്നും ഞാൻ എൻ്റെ മനസ്സിനെ തികച്ചും സ്വസ്ഥമാക്കി